الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർത്ത് ജീവിതം സംശുദ്ധമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്മിനീങ്ങളിലെ ഏറ്റവും നല്ല ബുദ്ധിമാൻ ആര് എന്ന് സഹാബത്ത് വന്ന് ചോദിക്കുകയാണ്. അയ്യുൽ മുഅ്മിനീന അഖിയസ്, ആരാണ് പ്രവാചകരെ വിശ്വാസികളായ ആളുകളിൽ ബുദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആള് ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ബുദ്ധിമാനായ മുഅ്മിൻ ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അള്ളാന്റെ റസൂൽ ഉത്തരം കൊടുത്തത് അക്സറുഹും ലിൽ മൗതി ദിക്റ, അവരിൽ ആ മുഅ്മിനീങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണം, അവര് ഏറ്റവും അധികം മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും എന്നതാണ്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, അവര് മരണത്തിന് ശേഷമുള്ള കാര്യത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുകയും ചെയ്യും. ഉലൈക അൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണോ ഞാനും നിങ്ങളും എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. ഒരു വർഷം 2024 അടുത്ത ആഴ്ചയോടുകൂടി നമ്മളിൽ നിന്ന് വിട പറയാൻ. നമ്മുടെ പലരുടെയും വീട്ടിൽ 2025 കലണ്ടർ വന്നു. 2024 കലണ്ടർ നമ്മൾ എടുത്ത് ഒഴിവാക്കാൻ നിൽക്കുകയാണ്. അതായത് ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുകയാണ്. ആ സന്ദർഭത്തിൽ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് എന്താണ്? ഈ ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ ചിന്തയാണോ, അതല്ല ഈ നശ്വരമായ നൈമിഷികമായ ഈ ജീവിതത്തിലെ നഷ്ടത്തിന്റെ കണക്കുകളാണോ നമ്മൾ ഓർത്തെടുക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തുക. കഴിഞ്ഞ ഒരു വർഷം അള്ളയാണ് എനിക്ക് തന്നത്. ആ ഒരു വർഷത്തിൽ എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണല്ലോ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു വർഷം അൽഹംദുലില്ലാഹ് എനിക്ക് റബ്ബിനോട് ഒരുപാട് നന്ദി കാണിച്ചതിന്റെ കണക്കുകൾ ബോധിപ്പിക്കാൻ എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ബുദ്ധിമാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വർഷം മാറുന്ന സന്ദർഭത്തിൽ നമ്മളിലേക്ക് വരേണ്ട ചില ചിന്തകളുണ്ട്. അതിലൊന്ന് തന്നെയാണ്, ഒന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അതായത് ഒന്നുകൂടി നമ്മുടെ പള്ളിക്കാട്ടിലേക്ക് നമ്മൾ അടുത്ത്, ഏതാണോ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഏത് പ്രദേശത്താണോ ജനിച്ചു വീഴേണ്ടത് എന്ന് റബ്ബ് തീരുമാനിച്ചപ്പോ ആ പ്രദേശത്ത് നമ്മൾ ജനിച്ചു. ഉമ്മാന്റെ വയറിൽ നിന്ന് നമ്മളിങ്ങനെ ഭൂമിയിലേക്ക് വന്നു. ഇനി ഒരു പ്രദേശത്ത് നിന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപക്ഷെ ഖബർസ്ഥാനുകൾ ഉണ്ടാകും. ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചത്, ഞാനിതാ ഈ സ്ഥലത്ത് നിന്നാണല്ലോ അങ്ങോട്ട് ഇറങ്ങിപ്പോകേണ്ടത്. ബർസഖിയായ ലോകത്തേക്ക് ഞാൻ പോകേണ്ടതായ എൻ്റെ പള്ളിക്കാട്ടിലെ സ്ഥലത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോ ആ ഭൂമിയുടെ 6 അടി മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കല്ലോ. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യണം? ബർസഖി ലോകത്തേക്ക് പോകണം. ആ പള്ളിക്കാട്ടിലേക്ക് കുറച്ചുകൂടി ഞാൻ അടുത്തിരിക്കുന്നു എന്ന ബോധം നമുക്ക് വേണം. ഏതു സമയത്തും സംഭവിക്കുന്നതാ ഈ മരണം. നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അസുഖബാധിതനായി. നമ്മളെല്ലാവരും ആ വാർത്ത വായിച്ചു. എല്ലാവർക്കും ഏറ്റവും സുപരിചിതനായ MC മുഹമ്മദ് എന്ന സഹോദരൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ അടുത്ത വർഷം ഇവിടത്തിന്റെ പുലരി വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നത് അത് ഉറപ്പായും സംഭവിക്കുന്ന ഒന്നാണ് എന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ട്. നോക്കി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. വിശ്വാസിനികളെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് എല്ലാ നഫ്സും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലേക്ക് കൊണ്ടുവരും. ആ ഖിയാമത്ത് നാളിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു വിലയിരുത്തും. ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അന്ന് ആരെയാണോ ആ നരകത്തിൽ നിന്ന് അല്ലാഹു അകറ്റിയിട്ട് സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുന്നത്, ഫഖദ് ഫാസ്, അയാൾ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്നത് ഒരു വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. അപ്പൊ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കവാടമാണ് യഥാർത്ഥത്തിൽ മരണം. അത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കും. അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലാ ഫലൈത ശഅരി ബഅദ ബാബിൻ മദ്ദാറൂം. ഒരു കവി പാടിയിട്ടുണ്ട്. ആ ആഖിറത്തിലേക്കുള്ള എല്ലാ മനുഷ്യരുടെയും വാതിൽ എന്ന് പറയുന്നത് അത് മരണമാണ്. അദ്ദാറു ജന്നത്തു ഖുൽദി ഇൻ അലിംത ബിമാ യുർളി ഇലാഹ ഫഇൻ ഖസ്സർതു ഫന്നാറു. അതെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും വിലയിരുത്തി നമ്മളെ അങ്ങ് പ്രവേശിപ്പിക്കും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവിടേക്ക് എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസാനത്തെ ബാബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിലെ ബാബ് എന്ന് പറയുന്നത് മരണമാണ്. അത് നമുക്കൊക്കെ വരും. ആ മരണം എവിടെ വെച്ചും വരും.
ഏത് സന്ദർഭത്തിലും നമ്മളിലേക്ക് വരുന്ന ഒന്നാണ്. ഐനമാ തകൂനു യുദ്രികുകുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. എത്രയെത്ര ആളുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര സുന്ദരമായ കോട്ട കൊത്തളങ്ങൾക്കുള്ളിലാ അവർ കഴിഞ്ഞത്. കഴിഞ്ഞ സിറിയയുടെ പ്രസിഡന്റിന്റെ ആ വീടിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, എത്ര വലിയ കോട്ട കൊത്തളങ്ങൾക്കുള്ളിലാണ് അത്തരം ആളുകൾ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഭദ്രമായി കഴിഞ്ഞ ആളുകൾ വരെ ലോകത്ത് നിന്ന് അവർക്ക് മരണമെന്നാണോ അള്ളാഹു നിശ്ചയിച്ച സമയം, ആ സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് ചെന്നുകൊണ്ട് മലക്കുൽ മൗത്ത് അവരെ വിളിച്ചുകൊണ്ട് പോകുകയാണ്. അത് വരും നിങ്ങളാണെങ്കിലും ഏത് തന്നെ കോട്ട കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിലും എവിടെ ഒളിച്ചിരുന്നിട്ടും കാര്യമില്ല, എവിടെ ഒളിച്ചിരുന്നിട്ടും കാര്യമില്ല. ആ മരണത്തിന്റെ മലക്കുൽ മൗത്ത് നമ്മളെ തേടിയെത്തും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു മരണത്തിൽ നിന്നാണോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ മരണത്തിന്റെ മാരാക ഫഇന്നഹു മുലാഖീകും, നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും, ബിമാ കുൻതും തഅമലൂൻ അമല, നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെയും ഫയുനബ്ബിഉകും, അറിയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണം, നമ്മളെ പിടികൂടുന്ന ആ മരണം, അത് എത്ര തന്നെ ഓടിക്കൊണ്ടിരുന്നാലും ആ മരണത്തിലേക്കാ നമ്മൾ ഓടുന്നതെന്ന ബോധ്യം വേണം. അതിനെ ഏൽപ്പിച്ച മലക്കുണ്ടല്ലോ, ആ മലക്ക് ഒരു നിമിഷ നേരത്തേക്ക് പോലും നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ എന്തിനാ അദ്ദേഹത്തെ എടുക്കുന്നത്, നല്ല ഒരു പ്രസരിപ്പുള്ള സമയമല്ലേ, അല്ലെങ്കിൽ ഇന്നാലിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പളപളപ്പായ സമയമല്ലേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സഹറത്ത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലമല്ലേ എന്ന് വിചാരിച്ച് അല്പമൊന്ന് മാറ്റിവെക്കാം, അല്പമൊന്ന് അങ്ങോട്ടാക്കാം എന്ന ചിന്ത ആ മലക്കുൽ മൗത്തിനില്ല. എപ്പോഴാണോ ഏൽപ്പിക്കപ്പെട്ടത്, കുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ആ മലക്കുൽ മൗത്ത്, അത് കൃത്യമായ അതിന്റെ സമയത്ത് വരും. ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത് തവഫൈതുഹു റുസുലനാ വഹും ലാ യുഫർരിതൂൻ. ഒരു നിലക്കുമുള്ള വീഴ്ച വരുത്താത്ത മലക്കുൽ മൗത്ത് ഉണ്ടല്ലോ, ആ മലക്കുൽ മൗത്ത് കൃത്യമായി നമ്മുടെ സമയത്ത്, നമ്മുടേതായ സമയത്തൊന്നും ഒന്നും മുന്തിക്കുകയില്ല, അല്ല പിന്തിക്കുകയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നമ്മളെ ഏത് സമയത്താണോ അള്ളാഹു നിശ്ചയിച്ചത്, അതിന്റെ ഒന്ന് മുമ്പിലാകുകയോ അല്ലെ ഒന്ന് പിന്തിപ്പോകുകയോ അങ്ങനെ ഒന്നില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, എപ്പോഴാണോ നമ്മുടെ സമയം, ആ സമയത്ത് തന്നെ നമ്മുടെ നഫ്സിനെ എടുത്തുകൊണ്ടുപോകും. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെയും കൃത്യമായി അള്ളാഹു നിരീക്ഷിക്കുകയും അതിന്റെ വിവരം നമ്മളെ അറിയിക്കുകയും ചെയ്യും. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണം നമ്മുടെ കൂടെയുണ്ട്. ആ ബോധ്യം നമുക്ക് എപ്പോഴും വേണം. പ്രത്യേകിച്ച് യുവാക്കളോടും കുട്ടികളോടും ഒക്കെ പറയാനുള്ളത്, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ, ഇപ്പച്ചുണ്ടല്ലോ, ഉമ്മച്ചുണ്ടല്ലോ, മൂത്ത കാക്കുണ്ടല്ലോ, അങ്ങനെ നമ്മൾ പലരെയും വിചാരിച്ച് മാറ്റി വെക്കുകയാണ്. 2024 പോട്ടെ, 2025 കഴിയട്ടെ, ഇപ്പൊക്കെ എന്റെ ഏറ്റവും നല്ല കാലമാണ്, അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ബുദ്ധിമാന്മാരല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ കേട്ട വാർത്തകളിൽ മരണത്തിന്റെ വാർത്തകൾ ആരെയാ? എത്രയെത്ര യുവാക്കളാ മരണപ്പെട്ടത്, എത്രയെത്ര വലിയ വലിയ ആളുകളാ മരണപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ തന്നെ റോഡപകടങ്ങളിൽ മരണപ്പെട്ട ആളുകളുടെ വാർത്തകൾ നമ്മൾ വായിച്ചു. ആരും ഏത് സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനാണ് അതിന്റെ വിവരമുള്ളത്. ഇന്നല്ലാഹ ഇന്നഹു ഇൽമുസ് സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാമി വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. അറിയില്ല മക്കളെ,
അറിയില്ല യുവാക്കളെ, നമ്മൾ നല്ല സന്തോഷത്തിലും ആർഭാടത്തിലും നമ്മളങ്ങ് പോകുമ്പോ നമ്മൾ വിചാരിക്കും വരാമെന്ന്, ചെയ്യാമെന്ന്, അടുത്താക്കാമെന്ന് നമ്മൾ വിചാരിക്കും. അള്ളാഹ് പറയാണ്, ഒരാൾക്കും ഒരാളുടെയും മരണത്തിന്റെ ഡേറ്റ് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൽമുസ്സാഅത്ത്, അന്ത്യദിനത്തിന്റെ അടയാളം അല്ലാഹുവിനെ അറിയൂ. വയുനസ്സിലുൽ ഗൈസ, മഴ ഇറക്കുന്നതിന്റെ വിവരം അല്ലാഹുവിനാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മയുടെ വയറ്റിനകത്തുള്ള വിവരങ്ങൾ അറിയുന്നത് അല്ലാഹുവിനാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സമ്പാദിക്കുമെന്ന് പോലും ഒരാൾക്കും അറിയുകയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചാണ് നമ്മൾ മരണപ്പെടുക എന്ന് പോലും നമുക്കാർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ വെച്ചാണോ, നമ്മുടെ പ്രദേശത്ത് വെച്ചാണോ, അല്ല ജോലിക്ക് വേണ്ടി നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ വെച്ചാണോ, എവിടെ വെച്ചാണോ നമ്മുടെ മരണമെന്ന് നമുക്കാർക്കും അറിയാത്ത ആ മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും എന്നത് ഉറപ്പായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു വർഷം കഴിയാൻ, ഒരു വർഷം നമ്മൾ ഒന്നുകൂടി ആ മലക്കുൽ മൗത്ത്, നമ്മൾ നേർക്ക് വരുന്ന ആ മലക്കുൽ മൗത്ത് നമ്മളടുത്ത് എത്താൻ ഒന്നുകൂടി അടുത്തു എന്ന് നാം മനസ്സിലാക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ഒരുങ്ങുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തണം. രണ്ടാമതായി, നമ്മൾ പരലോകം മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് ഞാൻ മരണത്തിലേക്ക് അടുത്തു എന്നതും, രണ്ട്, പരലോകത്തെ മറന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. അപ്പൊ നമുക്കിങ്ങനെ പരലോകത്ത് റബ്ബേ നാളെ ഈ സമയത്തെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കുന്നതാണല്ലോ. എൻ്റെ ഓരോ നിമിഷവും എന്ന് മാത്രമല്ല, ഞാൻ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നാണ്. എന്തിനാ റബ്ബനിക്ക് തന്നത്, എന്തിനാ റബ്ബനി ഇതൊക്കെ തന്നത്? ചില ആളുകൾ വിചാരിക്കും ചിലത് കിട്ടുന്നില്ലല്ലോ, അത് കിട്ടാത്തത് ഖൈറാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ആസ്വദിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് ആളുകൾക്ക് കിട്ടാത്തത് നമുക്ക് അല്ലാഹു തന്നല്ലോ. എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് തന്നത്? അതിന്റെ കണക്ക് നമ്മൾ ബോധിപ്പിക്കേണ്ടേ. പലരും പലതും പ്രാർത്ഥിച്ചു നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദുനിയാവിലെ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചപ്പോ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ അത് നിനക്ക് കിട്ടിയിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് തന്നെയാ റബ്ബ് പിടിച്ചു വെച്ചത്. നമ്മോട് സ്നേഹമില്ലാതിട്ടല്ല, നമ്മോടുള്ള സ്നേഹത്തിന്റെ ഫലമാ പലതും നമുക്ക് കിട്ടാത്തത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലതും അല്ലാഹു നൽകിയിട്ടുണ്ട്, പലർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നൽകിയത് നന്ദി കാണിക്കാൻ കഴിയാതെ എത്രയോ ആളുകൾ ദുനിയാവുമായി ബന്ധപ്പെട്ടങ്ങ് പോയിട്ടുണ്ട്. ആ ആളുകളൊക്കെ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണോ, പരലോകത്തെ കുറിച്ച് ഓർക്കാതെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. മരണത്തിന് മുമ്പ് നമുക്ക് കിട്ടിയിരിക്കുന്ന സമയമാ, ഒരു നിമിഷ നേരം മതി. പടച്ചതമ്പുരാൻ അതൊന്ന് പുറത്തു തന്നാൽ നമ്മുടെ ജീവിതം ഖൈറായി. നമ്മൾ കുറേ തെറ്റ് ചെയ്താലും അല്ലാഹ് പുറത്തിരാണെങ്കിൽ അതാണ് ഖൈറ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ട ഒന്ന്, ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇനിയുള്ള ജീവിതം മറന്നു പോയിട്ടുണ്ടെങ്കിൽ സാരല്ല, അല്ലാഹുവിനോട് ചോദിക്കുക. പടച്ചതമ്പുരാനെ, ബോധ്യമായി ആളുകൾ ഞങ്ങളിൽ നിന്നിങ്ങനെ വിട പറഞ്ഞു പോവുകയാണ്, ഇത് ശാശ്വതമല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. കൂട്ടുകാരിൽ പലരും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിൽ പലരും ഇപ്പൊ ഞങ്ങളുടെ കൂടെയില്ല. റബ്ബേ, ബോധ്യമായി കിട്ടിയതൊക്കെ അൽഹംദുലില്ലാഹ് ഖൈറ്. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഒരു ചിന്തയുണ്ടായാൽ മതി, ഞാൻ ഈ നിർവഹിക്കുന്ന ഈ നിർവഹണം, ഞാൻ ഖുത്ബ നിർവഹിക്കുകയാണ്. ഇപ്പോ ഈ ഖുത്ബ എന്നത് അവസാനത്തെ ഖുത്ബയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർവഹിക്കുമ്പോൾ അതിൻ്റെതായ പേടി എനിക്കുണ്ടാകും. നിങ്ങൾ നിർവഹിക്കുന്ന ഈ ജുമാ നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ജുമായാണ് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് ജുമാ നമസ്കരിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അല്ലാഹുവിനോട്
പറയാനുള്ളത് പടച്ചതമ്പുരാനോട് അങ്ങ് പറഞ്ഞ് നമ്മൾ തീർക്കും. കാരണം ഭൂമിയിൽ വെച്ച് അവസാനത്തെ നിർവഹണമാ. ഈ ബോധ്യത്തിലേക്ക് നമ്മൾ വരണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ നിൽക്കുമ്പോ നമ്മൾ ഓർക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് ദുനിയാവിലേക്ക് തന്നെ നിങ്ങൾ ആയിപ്പോകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇദാ കുന്ത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്തൽ മുവദ്ദിഅ. നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അവസാനത്തെ നമസ്കാരം നിർവഹിക്കുന്ന ഒരു മുവദ്ദിഅന്റെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന അവസാനത്തെ കർമ്മമാണ് എന്ന ബോധ്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് നിർവഹിക്കണമെന്ന്. അതുപോലെയല്ലോ നമ്മൾ അങ്ങനെ നിർവഹിച്ചു നോക്കി, നമ്മളങ്ങനെ ചെയ്തു നോക്കി. അവസാനത്തതാണ്, നമുക്ക് അറിയില്ലല്ലോ അല്ലേ. ഇങ്ങനെ ഇറങ്ങിയായിട്ട് പോയ ഒരാളാണ്, വാഹനം തട്ടി അങ്ങ് മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാരണമില്ല. നോക്കി, അവിടെ നിന്നൊരു വാഹനം ബ്രേക്ക് പൊട്ടിയിട്ട് നേരെ എതിർ ദിശയിലുള്ള നല്ലോണം നടന്നു പോകുന്ന ഒരു മനുഷ്യനെ തട്ടിയൊക്കെ പോവാണ്. നോക്കി, ഒരു നിലക്കും നമ്മളൊന്നും വിചാരിക്കാതെ നമ്മുടെ അടുത്തേക്ക് വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു കാര്യം, ഏതൊരു സംഗതിയാണോ നിർവഹിക്കുന്നത് ആ ഒരു സംഗതി നിർവഹിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഇതെന്റെ അവസാനത്തെ കർമ്മമാണ്, പടച്ചതമ്പുരാനോട് ഞാൻ സംസാരിക്കുന്ന ഇബാദത്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ നിൽക്കുക. മൂന്നാമതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഈ ഇടക്കിടക്ക് നമ്മുടെ ഖബറൊന്ന് സന്ദർശിച്ചാൽ മതി. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പല നിരക്കുള്ള മരണങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമ്മള് ഖബർസ്ഥാൻ ഇടക്കിടക്ക് സന്ദർശിക്കേണ്ടത്. അത് നമ്മൾ ഖബറിനെ ഒന്നിങ്ങനെ ഇടക്ക് സന്ദർശിക്കുമ്പോ സഹോദരിമാർ പ്രത്യേകം ഓർക്കുക, ഇടക്കൊന്ന് മരണത്തെക്കുറിച്ച് ഇങ്ങനെ ധാരാളമായി ഓർക്കാം. അധികം ആളുകളും സഹോദരങ്ങൾ അധികവും ഖബർസ്ഥാനിൽ പോകുമ്പോൾ അവർക്ക് ഒരു മാനസികമായ ഒരു പേടിണ്ടാവും. പക്ഷെ സ്ത്രീകൾ പലപ്പോഴും മറന്നുപോകാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നോക്കൂ, നമ്മുടെ മരണത്തെ ഓർക്കുക. സഹോദരങ്ങൾ ഇടക്കിടക്ക് ഖബർസ്ഥാൻ ഒന്ന് സന്ദർശിക്കുക. അപ്പോ നമുക്ക് പരലോകത്തെ സംബന്ധിച്ച് നല്ല ബോധ്യം ഉണ്ടാവും. ആ കവറിൽ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ കിടക്കണ അതിങ്ങനെ 6 അടി മണ്ണ് അവിടേക്ക് താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം. ചില മയ്യത്ത് ഇങ്ങനെ വെക്കുമ്പോ നമ്മളിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ബേജാറായി പോകും. എത്ര സുന്ദരമായി കിടന്നുറങ്ങി, എത്ര വലിയ വീട്ടിൽ ഉറങ്ങിയ മനുഷ്യനാ, അയാളെ നമ്മളിങ്ങനെ ആ 6 അടി മണ്ണിലേക്ക് ചെരിച്ചിങ്ങനെ കിടത്തുക. എന്നിട്ട് ഒന്ന് അനങ്ങാൻ തിരിയാൻ വെച്ച ആ മയ്യത്ത് തന്നെ ഒന്നും കൂടെ തിരിക്കാൻ കഴിയില്ല. അങ്ങനെ അത്രമാത്രം ശാരീരികമായ കനമുള്ള ഒരു മനുഷ്യനോട് ഇറക്കി വെക്കണം. ഓക്കെ, ആ കബറിൽ കിടക്കേണ്ടവനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോ, ആ കബറിന്റെ അടുത്തെത്തുമ്പോ നമുക്കുണ്ടാകുന്ന ബോധ്യം എന്താ? സൂറു അൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുഹുൽ ആഖിറ. നിങ്ങൾക്ക് പരലോകത്തെ സംബന്ധിച്ച് ഒരു ബോധ്യം ഉണ്ടാവും. ഉദാഹരണം, അവസാനം ഇവിടെ ബർസഖിയായ ലോകം കഴിഞ്ഞ് പരലോകത്തേക്ക് പോകേണ്ട ഒരാളാണല്ലോ എന്ന ആ ബോധ്യം ഉണ്ടാവും. അതുകൊണ്ട് ആ പ്രവാചകന്മാരും സഹാബികളും ഒക്കെ ഇടക്കിടക്ക് കബറിന്റെ അടുത്ത് പോകും. അള്ളാന്റെ റസൂലിനെ അങ്ങനെ ആയിഷ റളിയല്ലാഹു ചില സമയത്തൊന്നും കാണൂല. എവിടേക്ക് പോയി അത് ഇപ്പൊ നട്ടപ്പാതിന് നേരത്തെ എന്ന് നോക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർസ്ഥാനിൽ പോയി അവിടെ നിന്ന് കരയാണ്. ഓക്കെ, അള്ളാന്റെ റസൂലാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഖബർ കാണുമ്പോഴെല്ലാം അദ്ദേഹം കരയും. ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. സഹോദരങ്ങളോട് പറയും, ഈ ഖബർ എന്ന് പറഞ്ഞത് ആഖിറത്തിന്റെ വീട്ടിലേക്കുള്ള ഒന്നാമത്തെ സ്ഥലമാണ്. ഫഇന്നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ. ഇവിടെ എങ്ങാനും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടൊക്കെ എളുപ്പമായി. വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. ഇവിടെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഖബറിലേക്ക് ഇറങ്ങി ആ ബർസഖിയ ലോകത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രയാസമാണെങ്കിൽ അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവനും പ്രയാസമായിരിക്കല്ലോ എന്നോർത്തുകൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് ഖബർ സന്ദർശിക്കുക. എന്നിട്ട് ഇനി നമുക്ക് കിട്ടിയ എത്ര ആണോ അറിയില്ലല്ലോ, ആ കിട്ടിയ ജീവിതത്തെ ധന്യാക്കുക. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ കൊണ്ട് ധന്യാക്കുന്നത്. മരണത്തിന് മുമ്പുള്ള ജീവിതം കൊണ്ട് ധന്യമാക്കുക, പ്രവർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കുക. രോഗങ്ങൾക്ക് മുമ്പുള്ള ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. നമുക്ക് ഒരു തിരക്കിന്റെ സമയം വരും. ആ തിരക്കിന്റെ സമയത്തിന് മുമ്പുള്ള ഒരു ഒഴിവ് സമയം ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ
നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കുക. വശബാബക ഖബല ഹറമിക, പ്രായത്തിന് മുമ്പുള്ള നമ്മുടെ യൗവനമുണ്ടല്ലോ, ആ യൗവനം അല്ലാഹുവിന് ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുക. വഇനാക ഖബല ഫഖരിക, ദാരിദ്ര്യത്തിന് മുമ്പ് നമുക്കുണ്ടാകുന്ന ഒരു ഐശ്വര്യമുണ്ട്, ആ ഐശ്വര്യം അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ അടുക്കൽ കൂലി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുക. അങ്ങനെ ഓരോ സമയവും നമ്മൾ അങ്ങ് ചെലവഴിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷം ഒരു കൊല്ലം കഴിയുമ്പോൾ അൽഹംദുലില്ലാ കുറച്ചൊക്കെ പ്രവർത്തിച്ചെന്ന ബോധ്യം ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മരണം വരുമ്പോഴാണ് ഈ ആഗ്രഹം ഉണ്ടായത്. മരണം ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ ചില ആൾക്കാർ പറയും ആ മരണത്തിന്റെ മാലാക നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു വർഷം കൂടി എന്നെ ഒന്ന് മടക്കിത്തല്ല അല്ലി അഅ്മലു സ്വാലിഹ, ഞാൻ നല്ല പ്രവർത്തികൾ ചെയ്തു കൊള്ളാം. ഫീമാ തറക്കു, ഞാൻ എന്തൊക്കെ ഉപേക്ഷിച്ചോ, ഏത് നമസ്കാരമാണോ ഞാൻ ഒഴിവാക്കിയത്, ഏത് വിളിയാണോ റബ്ബേ നിന്റെ വിളി കേൾക്കാത്തത്, അതൊക്കെ ഞാൻ കേട്ടോളാം, നമസ്കരിച്ചോളാ, സ്വതക്ക കൊടുത്തോളാ എന്നൊക്കെ പറഞ്ഞ് അവനെല്ലാ നിലക്കും പറയും. അല്ല പറയും കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇത് പറയുന്നവന്റെ ഒരു വാക്ക് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടെ പിന്തിപ്പിച്ച് തരികയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് നമുക്ക് കിട്ടിയ സമയം അത്രയും അള്ളാഹുവിനെ നന്ദി പറഞ്ഞ് ജീവിതത്തെ സംശുദ്ധമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം. മരണചിന്ത അധികരിപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും പുതുവർഷം ആഘോഷിക്കാനുള്ളതല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ന്യൂ ഇയർ ആഘോഷം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ ന്യൂ ഇയർ ആഘോഷം തന്നെ വന്നത്, അതിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ചില മതസ്ഥരുണ്ടാക്കിയിട്ടുള്ള ചില ഏർപ്പാടുകളാണ്. അതിൽ നമ്മളങ്ങ് പെട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള മക്കളും യുവാക്കളുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് കുറച്ചകലെ റൂമെടുത്ത് ആഘോഷിക്കുന്നു എന്നറിയുമ്പോൾ ആ ഒരു ആഘോഷത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടോ എന്ന് നമ്മൾ ഒരു വേള ആലോചിച്ച് നോക്കണം. ഇപ്പോഴേ ഒരു ഹോട്ടൽ ഉടമ പറയാണ് എല്ലാ റൂമും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ന്യൂ ഇയർ വരുന്നതിന് മുമ്പ് തന്നെ ആരതൊക്കെ ബുക്ക് ചെയ്ത്, പലപ്പോഴും ആ പേരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ സമൂഹത്തിലെ ആളുകളായിത്തീരുന്നു എന്നത് ഏറെ ദുഃഖകരമായൊരു സംഗതിയല്ലേ. ഓക്കെ, അന്ന് പോലും ഒരു വർഷം എന്നിൽ നിന്ന് കടഞ്ഞ് ഞാൻ ഖബറിലേക്ക് എത്താണ്, ആ ഖബറിലേക്ക് പോകുന്ന അത് ഓർക്കുന്നതിന് പകരം ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന പ്രവൃത്തിയിലാണ് ആ കുട്ടികളും ആൾക്കാരും ഏർപ്പെടുന്നതെങ്കിൽ എത്ര ഭീകരമായൊരവസ്ഥയാണ്. എന്നിട്ടോ അത് മാത്രമാണോ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നല്ലേ. ആരോ ഉണ്ടാക്കിയ ഒരു ആഘോഷത്തെ അവനവന്റെ ആഘോഷമായി ഏറ്റെടുക്കുമ്പോൾ അവൻ ആ സമൂഹത്തോടൊപ്പം ചേരുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആഘോഷത്തിനൊപ്പം ചേർന്നുകൊണ്ട് ആഘോഷിച്ചാൽ അവൻ അവരിൽപ്പെട്ട ആളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പുതുവർഷത്തിന്റെ ആ പുലരിയിൽ നിൽക്കുമ്പോൾ, അല്ലെ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റി ആലോചിക്കുക. നമ്മുടെ ഇടപാടുകളിൽ ഈ ഇസ്ലാമികപരമായ സംഗതികളായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പത്തികപരമായ ക്രയവിക്രയങ്ങളിൽ ഇതര വ്യക്തികളോട് നമ്മൾ പെരുമാറി
മാറിയ സന്ദർഭത്തിലൊക്കെ എങ്ങനെ എത്രമാത്രം ഞാൻ ഇസ്ലാമിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന ബോധ്യം ഉണ്ടാകുക. മാതാപിതാക്കളുമായി നമ്മുടെ ബന്ധം എന്തായിരുന്നു, തൃപ്തികരമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഓർക്കുക. മക്കൾക്ക് കൊടുക്കേണ്ടതായത് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ കൃത്യമായി നമ്മൾ വിലയിരുത്തുക. കാരണം ഭക്ഷണവും പാർപ്പിട സൗകര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ 2-3 സുഹൃത്തുക്കൾക്ക് മുമ്പ് പറഞ്ഞു, ആ മക്കൾക്ക് കൊടുക്കേണ്ട യഥാർത്ഥ ആത്മീയമായ ശിക്ഷണം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരസ്പരം ഇണകളോടുള്ള പരസ്പരമുള്ള ബന്ധങ്ങളിൽ എത്രമാത്രം നമ്മൾ നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സൗഹൃദ ബന്ധങ്ങൾ എത്രത്തോളം നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അങ്ങനെ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടകങ്ങളിലും നമ്മുടെ വീടകങ്ങളിലും നമ്മൾ നിൽക്കുന്ന ഇടങ്ങളിലുമൊക്കെ ഇസ്ലാമികപരമായി എൻ്റെ ജീവിതം എത്രമാത്രം ഭംഗിയാണ്, എത്രമാത്രം ഉണ്ട് എന്നൊക്കെ ചിന്തിച്ച് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ആ ഒരു സമയം അത്രയും ലഹരിയിലോ ആനന്ദത്തിലോ എന്റർടൈൻമെന്റുകളിലോ ആയിപ്പോയാൽ ഉള്ള അവസ്ഥ ആലോചിച്ച്, ആ സമയത്തെങ്ങാനും മലക്കുൽ മൗത്ത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ചീത്ത സ്ഥലത്തുനിന്ന് ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരിക, അത് നമ്മുടെ ഒരു സഹോദരന്റെ പേര് വിളിച്ച ഒരു സഹോദരനെ കൊണ്ടുവരുന്ന സ്ഥലം ഏതാ? ഏതെങ്കിലും വൃത്തികെട്ട ഒരു സ്ഥലത്ത് നിന്ന് മയ്യത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ സഹോദരന്റെ മയ്യത്തായി, അല്ലെ നമ്മളാക്കി നമ്മുടെ ഒരു മയ്യത്തായി, നമ്മുടെ മയ്യത്ത് ഇങ്ങനെ ഒരു വൃത്തികെട്ട സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരുന്ന ഒരു രംഗാലോചി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആളുകളോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, കുടുംബത്തോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, അയൽപക്കത്തോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, അങ്ങനെ തുടങ്ങി എല്ലാത്തിലും നമ്മളൊന്ന് വിലയിരുത്തി. പോരായ്മകൾ ഉണ്ടാവും, എല്ലാവർക്കും പോരായ്മ. 100% വിജയിച്ച ആരും ഉണ്ടാവില്ല. പക്ഷെ പോരായ്മ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ റബ്ബിന്റെ പേര് റഹ്മാൻ എന്ന് പറഞ്ഞ്. നിങ്ങൾ എത്ര നന്നാക്കിയാലും ചിലപ്പോൾ പറ്റിപ്പോയിണ്ടാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ചെയ്തത് അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് പൊളിഞ്ഞുണ്ടാവും. റബ്ബാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാത്തിനും തരാൻ കഴിവുള്ളത്. ആ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തരാൻ കഴിയുന്ന ഒരു നാഥനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന ബോധ്യത്തിൽ, തെറ്റുകൾ പൊറുക്കുന്ന ഒരു റഹ്മാനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യത്തിൽ ആ റഹ്മാന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവെ, ഏത് സമയത്തും ഏത് നിമിഷത്തിലും എന്നെ എടുക്കുമ്പോ മുഅ്മിനായി മുസ്ലിമായി എന്നെ മരിപ്പിക്കണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് ഞങ്ങൾ എല്ലാവരും. ഒരു വർഷം അവസാനിക്കണം. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സഹോദരങ്ങൾ പല നിരക്കുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവെ, രോഗം മാറ്റാൻ കഴിവുള്ളവൻ നീയാണ്. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അള്ളാഹുവെ, മാറ്റാൻ കഴിയുന്ന റഹ്മാനെ, റഹീമെ, ഗഫൂറെ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ എമ്പാടുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാം നീ മാനസികമായ ഇസ്സത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ ഒരു സഹോദരന്റെ മകൻ ചില പ്രയാസങ്ങൾ കാരണം ആശുപത്രിയിലാണ്. മഞ്ഞപ്പിത്തത്തിന്റെ അതിന്റെ ഒരു പ്രയാസമുള്ള ഒരു ഘട്ടത്തിലാണ്. അള്ളാഹുവേ, ആ സഹോദരൻ, ആ കുട്ടിക്ക് എല്ലാ നിലക്കുമുള്ള ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവന് ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹുവേ, എല്ലാ നിലക്കുമുള്ള ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, നീ എമ്പാടുമുള്ളവനാണ്. നിന്റെ ഖജനാവ് വിശാലമാണ്. അള്ളാഹുവേ, സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എല്ലാത്തരം കടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മുക്തി നൽകി ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് പ്രയാസപ്പെടുന്നു. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ
അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, വേണ്ടപ്പെട്ടവർ, ബന്ധുക്കൾ, ഗുരുജനങ്ങൾ അല്ലാഹുവേ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അതിന് നന്ദി കാണിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, കുട്ടികൾക്ക് അല്ലാഹുവേ എല്ലാ നിലക്കുമുള്ള ഇസ്സത്ത് നൽകി ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ, സഹോദരിമാർക്ക് അല്ലാഹുവേ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ്.